ഓക്കെ ഓക്കെ. ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഓക്കെ. പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടുണ്ട് സാർ. അത് എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു CID ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല. അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ. ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂ. തീർച്ചയായിട്ടും വിളിക്കാം സാർ. ഒരു ചിക്കാരി ശംഭുവിനെ പോലെ ഇരിക്കുന്ന ഒരു സാർ. CID ഇന്റർവ്യൂ എന്നാണോ? CID ഇന്റർവ്യൂ എന്നാണോ? CID അല്ല CID അല്ല CID. എടോ CID സാർ പറഞ്ഞ ഞാൻ പറയാം. അതല്ല CID. സാർ പറയാൻ പറ. CID. ഓക്കെ 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 മനസ്സിലായി. ഇരുക്കോളെന്ന് പറഞ്ഞ തന്റെ പേരെന്താണ്? പേരെന്താണ്? സുരേഷ്. സുരേഷ്. നോട്ട് ചെയ്യൂ. സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. സുരേഷ് PS. ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ പറയുമ്പോൾ സുരേഷ് PS സുരേഷ്. സുരേഷ് PS ആണോ? PS സുരേഷ് ആണോ? PS സുരേഷ്. സുരേഷ് PS ഞാൻ പറഞ്ഞുതരാം. ആദ്യം P പിന്നെ മൊത്തത്തിൽ സുരേഷ് PS. കേട്ടോ? സുരേഷ് PS ആണോ PS സുരേഷ് ആണോ? സാറ് നോക്ക് വട്ടത്തിൽ എഴുതുമ്പോ സുരേഷ് PS സുരേഷ്. അതെ, ആദ്യം ഒരു CIDക്ക് വേണ്ടത് അക്ഷരസ്ഫുടതയാണ്. അക്ഷരസ്ഫുടതയാണ്. അക്ഷരപുഷള ഇച്ചിരി കുറവാണ്. അക്ഷരപുഷടയല്ല, അക്ഷരസ്ഫുടത. പറയാം. ആദ്യം ഒരു CIDക്ക് വേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു CIDക്കുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലേ? അക്ഷരപുഷളില്ലാത്ത സാധനം പറഞ്ഞു. എടോ, തനിക്ക് അക്ഷരസ്ഫുടതയുണ്ടെന്നുകൊണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലേ? തന്നെ ഇപ്പൊ ഞങ്ങൾ CID ആയിട്ട് എടുത്തോ. തന്റെ പേരിപ്പോൾ CID നെട്ടൂരാൻ. ഇപ്പോ താൻ CID നെട്ടൂരാനാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ മോഹൻലാലൊക്കെ. CID നെട്ടൂരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ടയാൾ. ഒരു കൊച്ചെന്തൊരു കിത്താവും വെച്ചോണ്ടിരിക്കുന്നത്. സങ്കല്പത്തില് അവിടെ ഉണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ താൻ ഒരു CIDയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്. CID കേട്ടോ. നെട്ടൂരാനോടാണോ നിന്റെ കളി? അതായത് ഇയാളിവിടെ നിൽക്കുന്നു, താൻ CID ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലിനോട് ഞാൻ പറയണം. ഇങ്ങനെ ഈ അക്ഷരസ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചെയ്താൽ പോരെ? അതെ, ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു പ്രാവശ്യം. എടോ, ഓക്കെ. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അയ്യേ, ഞാനല്ല. എന്താ മണക്കണ്ടല്ല? ഞാനല്ല. അങ്ങനെയാണേ സാർ ഉറപ്പാ? എന്ത് ഇങ്ങനെയല്ല. ഉറപ്പാ. ഞാനല്ല. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ പറഞ്ഞു സാറേ. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഇനി അങ്ങോട്ട് അതിലേക്കൊന്നും പോണ്ട. ഇവിടെ നിങ്ങൾ പറയണോ? നെട്ടൂനാണോ?
നെട്ടൂരാനോടാ ഒരു മിനിറ്റ് ഈ ഹുമ്മ നടത്തോളയോ ഞാൻ പറയാം പ്രശ്നം ഹുമ്മടുത്ത് മാറ്റിക്കേ കളഞ്ഞു എന്റെ പേരെന്താ നെട്ടൂരാൻ അപ്പൊ ഇവര് പറഞ്ഞ പോലെ ഹുമ്മ മാറ്റിക്കേ നെട്ടൂരാനാണ് കളി എന്നോടാണോ അതിന്റെ കളി ഇത് പറഞ്ഞ പോലെ പിന്നെ അതിനിടയ്ക്ക് നെട്ടൂണാണോടാ അതിനടുത്ത് ഹും എന്തിനാ ഹും ൂണാണോടാ ഓക്കെ ൂണാണോ വേണ്ട പട്ടിയുടെ വാല് 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ അതെ തന്റെ അക്ഷരസ്ഫുടത ഞാൻ വിട്ടു ഇനി മനോബലം അളക്കാൻ പോവുകയാണ് മനോബലം മനോബലം തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ ഭാര്യനെ ഞാൻ കൊണ്ടുവരില്ല പിന്നെ ഇങ്ങോട്ട് ഭാര്യനെ കൊണ്ടുവരാൻ ആവശ്യമുണ്ടോ ഓക്കെ വെരി ഗുഡ് എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം അപ്പൊ എനിക്ക് CID ചാൻസ് കിട്ടും ഒരു മനോബലം വളക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യാലോ ഈ തോക്കും കൈ കൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ൂണോടാ കളിന്ന് വെടിവെച്ച് കൊള്ളണം എന്റെ അച്ഛനെ മനസ്സിലായോ ആയിക്കോട്ടെ സാർ എന്തൊരു മണ്ടത്തരം ചെയ്യണേ ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെയും കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ അയാളെ വെടിവെച്ച് മറ്റേ ഭാര്യനെ വെടിവെച്ചു കൊല്ല ഇത് സ്വന്തം തന്തേനെ വെടിവെച്ച് കൊല്ലുക പറഞ്ഞ എടോ മണ്ട എടോ അതാണ് CIDയുടെ ബുദ്ധി എന്ത് ബുദ്ധി ആ തോക്കിൽ ഉണ്ടയില്ല തോക്കുമായിട്ട് ഒരാളെ എങ്ങനെ വെടിവെച്ച് കൊല്ലോ എന്തൊരു ബ്രെയിൻ ട്യൂമർ പരിപാടി കാണിക്കുന്നത് നോക്കൊണ്ടല്ലേ അച്ഛനെ വേണ്ടി അപ്പോൾ വെടിവെച്ച് കൊന്നില്ല കണ്ടില്ലേ വെടിവെച്ച് കൊന്നില്ലല്ലോ വെടിവെച്ചിട്ട് ഉണ്ടവരല്ലേ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ ബാത്തിക്ക് ഒറ്റ അടിക്ക് കൊന്നു ശവോടെ കാണിച്ചാൽ